ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഐ മേക്കപ്പിന്റെ സ്ട്രക്ചർ നല്ല നീളമുള്ള കണ്ണുകൾ നമുക്ക് കിട്ടും. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ വാലിട്ട് കണ്ണെഴുതാമെന്നാണ്. അടിപൊളി ഒരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് ഞാനിത് വളരെ റെയർ ആയിട്ട് ഒക്കേഷണലി മാത്രം യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിങ്ഡ് ഐലൈനർ ലുക്കാണ്. നമ്മുടെ ഒരു പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലുക്കല്ല, പക്ഷെ വാലിട്ട് കണ്ണെഴുതുമ്പോൾ തന്നെ പണ്ട് മുതലേ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അതിലെന്തായാലും ഒരു ട്രഡീഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് മോഡേൺ ടച്ചൊക്കെ കൊണ്ടുവന്നിട്ടാണ് ചെയ്തേക്കുന്നത്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ, എങ്ങനെയാണ് നമ്മളിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കൺസീലറൊക്കെ ഇട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നോർമലി റെഗുലറായിട്ട് കണ്ണ് മാത്രം എഴുതുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോർമലി നമ്മൾ പൗഡർ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം നമുക്ക് കണ്ണിൽ ഐലൈനർ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ലിക്വിഡ് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു സെയിം ഐ ലുക്ക് നിങ്ങൾക്ക് ജെൽ ഐലൈനറോ സ്കെച്ച് ഐലൈനർ സ്കെച്ചൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം തന്നെ ഐലൈനർ എടുക്കുക. അപ്പോൾ ഞാൻ ഐ ഷാഡോ ഒന്നും തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ നമ്മളിപ്പോൾ ഐലൈനർ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ ഫുൾ ഐ മേക്കപ്പ് ആയിട്ടല്ല, ഐലൈനർ വിങ്ഡ് ഐലൈനർ ലുക്ക് മാത്രം ആയതുകൊണ്ട് നമ്മൾ ഐലൈനർ തന്നെ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുകയാണ്. നമ്മൾ ഐലൈനർ എടുക്കുന്ന സമയത്ത് ഫുൾ എക്സസ് ആയിട്ടുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ കളയണം. നമ്മുടെ ഈ ബ്രഷിൻ്റെ ടിപ്പിൽ വരുന്നത് മാത്രമല്ല, അത് ഈ ഒരു കൂർത്ത ഭാഗം ഉണ്ടല്ലോ, അതോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കട്ടിക്ക് വരുന്നത്, അവിടെയും നമുക്ക് ഉണ്ടാവും. അതുമൊക്കെ എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് കാണണം. നമ്മളിതിങ്ങനെ മുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഈ ഒരു ബ്രഷിലോട്ട് സംഭവം എത്താനുള്ള ചാൻസ് ഉണ്ട്. ഈ മുകളിലിരിക്കുന്നതൊക്കെ ഒലിച്ചൊലിച്ച് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് ഇതിനകത്തോട്ടാക്കി കളയണം എന്ന് പറയുന്നത്. കാര്യം എക്സസ് ആയിട്ട് നമുക്കിങ്ങനെ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കത്തില്ല, പെട്ടെന്ന് അങ്ങ് കട്ടിയായിപ്പോവും. അതുകൊണ്ടാണ് ഇതിങ്ങനെ കളയണം എന്ന് പറയണേ. ഓക്കെ, ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഏറ്റവും അവസാനം ഈ മുകളിലുള്ള സംഭവമൊക്കെ കളഞ്ഞിട്ടാണ് നമുക്ക് ഈ ടിപ്പ്, അതായത് നമ്മുടെ ബ്രഷ് വരൂലേ ആ ഭാഗത്തുള്ളത് കളയാനായിട്ട്. കണ്ടോ, ഇപ്പം നല്ല തിന്നായിട്ടുള്ള എക്സസ് ആയിട്ടൊരു പ്രോഡക്റ്റും ഇല്ലാത്ത രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കട്ടി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മുടെ കണ്ണിലകത്ത് എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെ വരയ്ക്കുമ്പോഴേക്കും ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ എനിക്ക് ഈ വലിയ ഭാഗം തട്ടും. ഈ നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ണ് അടച്ചു പിടിക്കും. അടച്ചു പിടിച്ചിട്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ അറിയാമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഏറ്റവും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളിങ്ങനെ കണ്ണ് അടച്ചു പിടിച്ചിട്ട് അതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ചെയ്തു കൊടുത്താൽ മതി. ഒരു മിറർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത് നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പോക്കറ്റ് മിററായിട്ട് കിട്ടുന്ന സംഭവമാണ്. ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ച് കാണിക്കാത്തത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾ കാണും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്കുണ്ട്, എന്നാൽ നോർമലി കാണുന്ന രീതിക്കുണ്ട്. സോ അപ്പോൾ നമുക്ക് ഏറ്റവും സൂം ആയിട്ടുള്ള ഇതെടുക്കുക. ഇതുപോലെ നമ്മൾ കണ്ണിലുള്ള മേക്കപ്പ് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ സൂം ആയിട്ടുള്ള സംഭവം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒരു ഐ മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന് വലിയ വിലയൊന്നുമില്ല, 30 രൂപ എന്തൊക്കെയുള്ളൂ. എല്ലാ ഫാൻസി സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ ഒന്ന് നിങ്ങൾ നോക്കി നോക്കൂ കേട്ടോ. ഇപ്പോൾ കാണാൻ പറ്റും ഞാനിവിടെ ഇന്ന കോർണേഴ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒറ്റ ലൈന് മാത്രം വരച്ചു കൊടുത്താൽ മതി. ടിപ്പ് മാത്രം വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ സാധാരണ കണ്ണാടി യൂസ് ചെയ്യുന്നതിനേക്കാളും ഇത് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. കാര്യം നമുക്കതെല്ലാം കൂടെ അങ്ങനെ കാണത്തില്ല. ഇത് നല്ല സൂമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് എല്ലാം കാണാൻ പറ്റും. സോ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇതുണ്ടെങ്കിൽ നല്ലതാട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ലൈൻ ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ വിങ് ഇട്ട് കൊടുക്കുന്നത്, വാല്.
നമ്മുടെ ഐബ്രോസിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിലോട്ട് നോക്കി വേണം നമ്മൾ വിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ നീട്ടി വരയ്ക്കണ്ട. അതിനേക്കാളും ഭംഗി ഉണ്ടാവുന്നത് നമ്മൾ കുറച്ച് പൊക്കിയിട്ട്, എന്നാൽ ഒത്തിരി അല്ല, നമ്മുടെ ഈ ഐബ്രോസ് വന്ന് എൻഡ് ആവത്തില്ലേ, ആ ഒരു ഭാഗത്തോട്ട് ഇതിങ്ങനെ മുകളിലോട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് ഇപ്പോൾ ഒരു ഒറ്റ ലൈൻ മാത്രമാണ്, ഇപ്പം ഞാനിങ്ങനെ ഒറ്റ ലൈൻ മാത്രമാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു വാലിലോട്ട് ചേർത്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് വരച്ചു തുടങ്ങാനായിട്ട്. നമ്മുടെ ഈ കണ്ണിൻ്റെ ഐബോൾ വരുന്നില്ലേ, അതിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് വേണം തുടങ്ങിയിട്ട്, അതിൻ്റെ മുകളിൽ നിന്നേ തുടങ്ങണ്ട. സോ ഈ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോഴേക്കും ഞാൻ അവിടെ ഒന്ന് ഫില്ല് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഐബോളിൻ്റെ അവിടെ ഭയങ്കര കട്ടിക്ക് അങ്ങനെ വരയ്ക്കരുത്, അത് നല്ല നീറ്റായിട്ട് അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ഈ ഭാഗത്തോട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്ന ഭാഗത്ത് വേണം കട്ടി ഉണ്ടാവാനായിട്ട്. ഐബോളിൻ്റെ അവിടെ ഇങ്ങനെ മല പോലെ വന്നിട്ട് വേണ്ട. ഇത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഐലൈനർ ലുക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് പൊക്കി വെക്കാണ്ട് ഈ ഒരു ഔട്ടർ കോർണർ ആ ഭാഗത്താണ് കുറച്ച് കട്ടിയായിട്ട് വരച്ചു കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ നല്ല നീറ്റായിട്ട് ചെറുതായിട്ട് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഐ മേക്കപ്പിൻ്റെ സ്ട്രക്ചർ ഇനി നിങ്ങൾക്ക് ഇതിൽ തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണോ ചെയ്യാം. എപ്പോഴും ഈ ഒരു ഭാഗത്ത് നമ്മുടെ കണ്ണിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് വേണം കുറച്ച് കട്ടിയായിട്ട് ഉണ്ടാവാനായിട്ട്. ഇവിടെ കുറച്ച് തിന്നായിട്ടുണ്ടാവണം, ഇവിടത്തെക്കാളും ഇവിടെ തിന്നായിട്ടുണ്ടാവണം. സോ നല്ല ഒരു ഡിഫൈൻഡ് ആയിട്ട് നല്ല നീളമുള്ള കണ്ണുകൾ നമുക്ക് കിട്ടും ഈ ഒരു പ്രോസസ്സിൽ. നമ്മൾ ഐലൈനർ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോർണേഴ്സിൻ്റെ അവിടെയായിട്ട് ഒരു കുഞ്ഞി വര ഇട്ട് കൊടുക്കണം. ഇവിടുത്തെ വാല് ഒത്തിരി അങ്ങ് വലുതാക്കണ്ട. ഇവിടെ ആക്ച്വലി കുഞ്ഞു വാല് മതി. ദെൻ നമുക്ക് ഈ ഒരു ഐലൈനർ നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയാക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. ഞാനിപ്പോൾ ഒരു സൈസ് കൂടെ കട്ടിയാക്കി കാണിച്ചു തരാം. കട്ടിയാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കട്ടിയാക്കിയത്, ഇവിടെ അധികം കട്ടിയാക്കിയിട്ടില്ല. സോ നമുക്ക് എത്രമാത്രം നമുക്ക് തിക്നെസ് വേണോ അതിനനുസരിച്ച് ഈ ഒരു ഭാഗത്ത് നമുക്ക് കട്ടിയാക്കി കൊടുക്കാവുന്നതാണ്. അതിന് മാച്ചിങ് ആവുന്ന രീതിയിൽ ഇങ്ങോട്ട് ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ലൈൻ വന്നിട്ട് ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഷേപ്പിന് വേണം വരച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാനിപ്പോൾ 2 സൈഡും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വന്നേക്കുന്നത് ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐ ലുക്കാണ്. ഒത്തിരി പക്ക ട്രഡീഷണൽ ആയിട്ടല്ല, എന്നാൽ നല്ല സിമ്പിളായിട്ട് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിനും അതുപോലെ തന്നെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിനും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഐ ലുക്ക് വന്നേക്കുന്നത്. സോ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.